അങ്ങനെ സൂക്കാക്ക റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാച്ചോയുടെ അമ്മ ഓടി വരികയും ഞാനെല്ലാം അറിഞ്ഞെന്ന് അമ്മ പറയുന്നു. പെട്ടെന്നുണ്ടായ സംഭവമാണ്, കുറച്ച് സമയം വേണമെന്ന് അവൾ പറയുമ്പോൾ ഇതെല്ലാം നാച്ചോയുടെ തെറ്റാണ്. നിന്റെ ഏത് തീരുമാനത്തിലും ഞാൻ ഉണ്ടാകും. അവനെ ചെറുതിലെ മുതലേ എനിക്ക് നല്ലോണം അറിയാം. അവന്റെ അച്ഛൻ പോയതിനു ശേഷം ഫു ഗ്രൂപ്പ് നഷ്ടത്തിലായി. പിന്നീട് അവന്റെ 3 വർഷത്തെ കഷ്ടപ്പാടിനിടയിലാണ് ഫു ഗ്രൂപ്പ് കമ്പനി വളർന്നത്. അന്നേരം തങ് ഫാമിലിയും അവന്റെ സുഹൃത്തുക്കളും പോലും തിരിഞ്ഞോക്കില്ല. അവരിൽ നിന്ന് തന്നെ ഒരു വിശ്വാസം അവന് നഷ്ടമായി. ഇതെല്ലാം കേട്ട സൂക്കാക്ക ഇതേ അവസ്ഥയിലൂടെയാണ് ഞാനും കടന്നുപോയത്. അവളുടെ അമ്മ മരിച്ചപ്പോൾ അവളുടെ ആന്റിയും അങ്കിളും അവളൊരു ഭാരമാണെന്ന് പറഞ്ഞത് അവൾ ഓർക്കുകയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടെങ്കിലും നീ നിന്റെ തീരുമാനം മാറ്റണം, കാരണം എനിക്കും മുത്തശ്ശനും നിന്നെ ഒരുപാട് ബോധിച്ചു എന്ന് അമ്മ പറയുന്നു. ബോധം വന്ന നാച്ചോ എവിടെയാണ് സൂക്കാക്ക എന്ന് ചോദിക്കുമ്പോൾ അവൾ പോയെന്ന് കേൾക്കുന്ന അവളെ കാണാനായി ധൃതിയിൽ വേഗം തന്നെ പുറത്തേക്കോടി. അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് നാച്ചോ സൂക്കാക്കെ കണ്ട് സന്തോഷമാവുകയും അവിടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ സൂക്കാക്ക അവനോട് ഈ പേപ്പറിൽ സൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പേപ്പർ നോക്കിയ നാച്ചോ ഇതിൽ ഞാൻ സൈൻ ചെയ്യില്ല. ഈ കമ്പനിയുടെ CEO ആണെങ്കിലും ഞാൻ നിന്റെ ഭർത്താവാണ്. സോഷ്യൽ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളും എനിക്കൊരു പ്രശ്നമേ അല്ല. മൈൻഡ് എപ്പോൾ മാറുന്നോ അന്ന് വരെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നാച്ചോ ആ ഫയൽ വലിച്ചെറിഞ്ഞ് നടന്നു പോവുകയാണ്.